ശ്രീ സജീവൻ, താങ്കൾ കേട്ടിട്ടുണ്ടാകും, ഇപ്പോൾ റജി പറഞ്ഞ വാദമുഖങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടാകാം. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ കേട്ടതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പത്മജയോട് സംസാരിച്ചതും. തിരുവഞ്ചൂർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, മുൻ മന്ത്രിയാണ്, ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പറയുകയാണ് പത്മജയോട്, ഇത്തരത്തിലുള്ള ഏർപ്പാട്, ഈ നെറികെട്ട ഏർപ്പാട് എനിക്ക് പറ്റില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ആരെയൊക്കെയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കുടുംബത്തെ, പത്മജയെ, മരുമകളെ, അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെ അടക്കം പറ്റിക്കുകയാണ്. ഒരു വലിയ മാഫിയ സംഘം കോൺഗ്രസിലുണ്ട്. അത് അങ്ങേ തലയ്ക്കൽ മുതൽ ഇങ്ങേ വയനാട് വരെ, KPCC മുതൽ അല്ലാതെ AICC മുതൽ KPCC മുതൽ വയനാട് DCC വരെ നീണ്ടു നടക്കുന്ന ഒരു വലിയ സംഘമുണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുന്നില്ലേ നമുക്ക്? ഏറ്റവും കഷ്ടമെന്ന് പറയേണ്ട ഒരു കാര്യം ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന രീതി, അതായത് ഇതിനെ വളരെ ലഘുവായിട്ട് കാണുന്ന ഒരു കോൺഗ്രസ്സുകാരുടെ മനോഭാവമാണ്. ഞാനിവിടെ റജിയോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്. കോടാനുകോടി ജനങ്ങളുള്ള അംഗങ്ങളുള്ള ഒരു പാർട്ടിയിൽ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നും ഊതി വീർപ്പിക്കരുതെന്നാണ് പറഞ്ഞത്. ഈ മണ്ഡലം, വയനാട് മണ്ഡലം, ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മണ്ഡലമാണ്. 5 വർഷത്തിലേറെ കാലം രാഹുൽ ഗാന്ധിയും പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയും പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയാണ് ഈ തുടർച്ചയായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഉള്ള ആത്മഹത്യ. അപ്പം വിജയനും മകനും മരിക്കുന്നത് ഈ കാർഷിക കടത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. ഏതെങ്കിലും ബാങ്കിൽ നിന്ന് വീട് വെക്കാൻ വായ്പ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റാതെ അല്ലല്ലോ. കച്ചവടം തുടങ്ങിയിട്ട് കച്ചവടം നഷ്ടത്തിൽ വന്നിട്ട് ഉണ്ടായതല്ലല്ലോ. ഇത് മുഴുവൻ വിജയനെ ഉപാധിയാക്കിയിട്ട് നടത്തിയ വെട്ടിപ്പിന്റെ പ്രശ്നമാണ്. ആ പണം തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ ഈ നേതാക്കന്മാരെ, വെട്ടിപ്പ് നടത്തിയ നേതാക്കന്മാരെ സമീപിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് കണ്ടിട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്, അന്നത്തെ സംസ്ഥാന പ്രസിഡന്റിന് കത്ത് കൊടുത്തു, പ്രതിപക്ഷ നേതാവിന് കത്ത് കൊടുത്തു. അവരൊക്കെ അക്കാലത്ത് നടത്തിയിട്ടുള്ള പ്രതികരണം എന്താണെന്ന് നമുക്കറിയാം. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തുണ്ടായത്. സത്യത്തിൽ വിജയൻ അന്ന് ആത്മഹത്യാ കുറിപ്പാണ് അയച്ചിട്ടുള്ളത് ഇവർക്ക്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പോഴും വിജയന് കുറച്ച് ലക്ഷങ്ങൾ കൊടുത്തതിന്റെ കഥ പറയുന്നു. പക്ഷേ ആ കുടുംബത്തിലെ ഒരു അംഗം കൂടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അവർ മരിച്ചില്ല, ഭാഗ്യവശാൽ മരിച്ചില്ല. ആ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്തുകൊണ്ടാണ്? പണത്തിന്റെ അത്യാർത്തി മൂലമാണോ? നമ്മളത് നോക്കണമല്ലോ. പണത്തിന്റെ അത്യാർത്തിയല്ലല്ലോ, അവർക്ക് താങ്ങാനാവാത്ത ബാധ്യതകൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് വേറെ ആരുമില്ലല്ലോ, ഈ കോൺഗ്രസിലെ അഴിമതിക്കാരായിട്ടുള്ള ആളുകളാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിയില്ല, മാന്യതയുള്ള ഒരു നേതാവിനും കഴിയില്ല. പക്ഷെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പല നേതാക്കന്മാരും. അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണിയുടെ ഒരു പ്രതികരണം ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നതാണല്ലോ. അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും എല്ലാം കൊടുക്കാനൊന്നും പറ്റില്ല, മുഴുവൻ ബാധ്യതകളും തീർക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ്. ഈ വിജയൻ സ്വന്തം നിലയ്ക്കുണ്ടാക്കിയ ബാധ്യതയാണോ? അത് നോക്കണമല്ലോ. ഇപ്പൊ ജോസിന്റെ ഭരണത്തിലാണെങ്കിൽ പോലും നോക്കൂ, ഓരോ കാര്യത്തിലും ഒരു നേതാവിനെ, ഒരു പ്രാദേശിക നേതാവിനെ ഈ മദ്യക്കേസിൽ കുടുക്കിയിട്ട് ജയിലിൽ അടപ്പിക്കുക, വേറൊരാൾ ആത്മഹത്യയിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അത്ഭുതം. മാത്രമല്ല, ആ പ്രദേശത്തെ, ആ മണ്ഡലത്തിലെ MP ഈ കാര്യത്തിൽ എന്ത് ചെയ്തു, എന്ത് പ്രതികരണമാണ് അവർ നടത്തിയിട്ടുള്ളത്? അവര് ഈ കുടുംബത്തിന് വേണ്ടി ഒന്ന് മനസ്സിരുത്തി വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. വിജയന്റെ ആത്മഹത്യക്ക് ശേഷമാണെങ്കിൽ പോലും ആ പ്രശ്നം പരിഹരിക്കാൻ ആ പ്രദേശത്തെ MP ബാധ്യതയില്ലേ? അവർ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവില്ലേ? ഇപ്പോഴൊരു ഒരു കോൺഗ്രസ് കുടുംബത്തിലെ സ്ത്രീ, ഒരു യുവതി, അവര് ആത്മഹത്യാ ശ്രമം നടത്തിയിട്ട് സ്ത്രീ ആയിരിക്കുന്ന അവിടുത്തെ ജനപ്രതിനിധി എന്ത് ചെയ്യുന്നു? എന്നിട്ട് നമ്മൾ പറയുന്നു, കോടാനുകോടി ആളുകളുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയ മുതലെടുപ്പ് അല്ല പ്രശ്നം. ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്ന കാര്യമേ അല്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തിൽ എതിർ പാർട്ടിക്കാർക്ക് എതിരെ എന്തെങ്കിലും കൊണ്ടുവന്ന് അവരെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പോലും വേണമെങ്കിൽ നമുക്ക് അത് രാഷ്ട്രീയം കാണാം. ഇതിൽ വിജയൻ ആത്മഹത്യ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും പാർട്ടിക്കാരുടെ പ്രശ്നം കൊണ്ടല്ലല്ലോ. അദ്ദേഹം കൃത്യമായിട്ട് ആരെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ കത്തുകൾ കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞപ്പോ അന്നത്തെ KPCC പ്രസിഡന്റ് ഞാൻ വായിച്ചിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല എന്ന്.
അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടിയെ കുറിച്ച് പറഞ്ഞപ്പോ വേറെ ഒരു തരത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതിനേക്കാൾ വിചിത്രമായ തമാശയായിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. അതിനുശേഷവും വിജയന്റെയും മകന്റെയും മരണത്തിന് ശേഷവും അവിടെ ആത്മഹത്യകൾ സംഭവിക്കുന്നു. എന്തുകൊണ്ട്? പാർട്ടിക്കകത്ത പ്രശ്നമാണ്. ഈ പാർട്ടിക്കകത്ത പ്രശ്നം നിൽക്കുമ്പോൾ അതിനെ ഇത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് ആളുകൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.